ഏത് ഓട്ടോ എടുത്ത് നോക്കിയാലും മനസ്സിലാകും തട്ട് കാണുന്നുണ്ട്. ഈ ഏരിയ ആയിരിക്കും തട്ടി ഒരഞ്ഞിരിക്കും, ആരിലൊക്കെ ഉരച്ചുകൊണ്ട് പോകണം. അപ്പം അവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്കിൽ 3 പേർക്ക് സുഖമായിട്ടിരിക്കുക. നല്ല ബെഞ്ച് സീറ്റ് വരുന്നുണ്ട്. പേലോഡും കാര്യങ്ങളൊക്കെ എങ്ങനെ? പേലോഡും 450-500 കിലോയ്ക്ക് അടുത്ത് ഇതിന് പേലോഡ് കിട്ടും. പെട്രോളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ലോ മെയിൻ്റനൻസിൽ നിനക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ വേറൊരു കിള്ളൻ സാധനമാണ് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ. ഇങ്ങനെ കൺഫ്യൂഷനുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് മഹേഷ്. ചുമ്മാ ഇപ്പം നീ അത് ഓടിച്ചു ഇത് ഓടിച്ചു, ഏതാ ഓടിക്കാൻ എളുപ്പം? ഓട്ടോ എടുക്കാം, ഭയങ്കര ലാഭം. യൂട്യൂബിൽ നിന്ന് വരുന്ന കാട്ടിൽ ഇരട്ടി പൈസ വരുമാനം ഇതിനകത്ത് കൊള്ളാം. CNG മാക്സ് നമ്മൾ ഓൾറെഡി ചെയ്തു. ഇതിപ്പം CNG വെർഷൻ 5 kg CNG ടാങ്ക് ഉണ്ട്, ഒരു 2 ലിറ്ററിൻ്റെ പെട്രോൾ ടാങ്ക് ഉണ്ട്. അത് എമർജൻസിക്കേ ഉള്ളൂ. ലൈക്ക് CNG തീർന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 ലിറ്റർ പെട്രോളിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് അടുത്ത CNG പമ്പ് വരെ പോവാം. CNGക്ക് കസ്റ്റമേഴ്സ് അവർ പറഞ്ഞത് 50-52 പറയുന്നുണ്ട്. കമ്പനി പറയുന്നത് 45 കിലോമീറ്റർ മൈലേജ്. പക്ഷേ കസ്റ്റമർ ഫീഡ്ബാക്കിൽ അവർക്ക് 50+ ഒക്കെ കൊടുക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലവും ഉപയോഗിക്കുന്ന രീതിയും ലോഡും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ എന്നാലും അതൊരു എഫിഷ്യൻ്റ് ആണ്. ഓട്ടോയ്ക്ക് നമുക്ക് അത്രയും മൈലേജ് കിട്ടുന്നത് നിനക്ക് അത്രയും കൂടെ വരുമാനം എക്സ്ട്രാ ഉണ്ടാക്കാം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിലൂടെ നിനക്ക് പെട്ടെന്ന് വണ്ടിയുടെ അടവും തീരും, നിനക്കാണെങ്കിലും ലാഭമാണ് അതിന് മൊത്തത്തിൽ. പെട്രോളിനെക്കാളും CNG എന്ന് പറയുന്നത് സിറ്റിയിൽ ഓടിക്കുന്നവർക്കും അല്ലെങ്കിൽ അതുപോലെ നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഓട്ടോ ഓടുന്നവർക്കും, ആലപ്പുഴ പോലത്തെ ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ എറണാകുളം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ സിറ്റിയിൽ കിടന്ന് ഓടുന്നവർക്കൊക്കെ നൈസർ ഓപ്ഷനാണ്. പിന്നെ കംഫർട്ട് വൈസ് നൈസാണ് ഓട്ടോ. ഓടിക്കുന്ന ആൾക്കാണെങ്കിലും പുറകിരിക്കുന്ന കാട്ടിൽ കൂടുതൽ നിനക്ക് ഓടിക്കുന്ന ആൾക്കാർ കൂടുതലും സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ 3 പേർക്ക് സുഖമായിട്ടിരിക്കുക. നല്ല ബെഞ്ച് സീറ്റ് വരുന്നുണ്ട്, സ്പേസും ഉണ്ട്. എനിക്ക് ബാക്കി ഓട്ടോയിൽ എനിക്ക് പണ്ടത്തെ പെട്രോൾ ഓട്ടോ പോലെയല്ല, ആൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. അപ്പോൾ എത്ര പേര് കൺസിഡർ ചെയ്യുന്നത്? 3+1 ആണ്. 3 പാസഞ്ചറും ഒരു ഡ്രൈവറും എന്നുള്ളത്. പക്ഷേ 4 പേർക്ക് ബാക്കി ഇരിക്കാം, കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റും. 3 പേർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കാം വിത്ത് ലഗേജ്. 4 പേർക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ വേണമെങ്കിൽ ഇരിക്കാൻ പറ്റും. പിന്നെ ഇതിലിപ്പം ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് വന്നേക്കുന്ന സാധനം എന്ന് പറയുന്നത് ഒന്ന് ISG മോട്ടറാക്കി. അതായത് ഇപ്പോൾ ഇതിന് സ്റ്റാർട്ടർ മോട്ടർ വരുന്നില്ല, സ്മൂത്ത് ആണ്. അതുകൊണ്ട് തന്നെ ISG ആയ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നിനക്ക് ഏത് ഗിയറിലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. പിടി എവിടെയാണെങ്കിലും ന്യൂട്രലോട്ട് തന്നെ വരേണ്ട കാര്യമില്ല. കിടക്കുന്നത് തന്നെ ക്ലച്ച് പിടിച്ചാൽ എനിക്ക് പവർ ബട്ടൺ അടിച്ച് സ്റ്റാർട്ട്. അതിനൊന്ന് സ്മൂത്ത് സ്റ്റാർട്ടാണ്. പഴയവട്ട് ഇങ്ങനെ വിറച്ച് ആ ഒരു സൗണ്ട് ഒന്നും ഉണ്ടാക്കി സ്റ്റാർട്ട്, അത് ചുമയും കാര്യമൊന്നുമില്ല. പിന്നെയെന്ന് പറയുന്നത് കുറച്ചും കൂടെ ആ ഒരു സ്മൂത്ത്നെസ് വണ്ടിയിൽ എഞ്ചിനിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല പെയിന്റ് ആണ്, നല്ല സ്മൂത്ത് ആണ്, വലിയ അലയും ബഹളമൊന്നുമില്ല, നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഓടി പോകുന്നുണ്ട്. വണ്ടി കുറച്ച് പ്രീമിയം ആക്കാൻ ഫ്രണ്ടിലൊക്കെ ക്രോം സ്ട്രിപ്പും അതുപോലെ LED ഹെഡ് ലാമ്പും ടെയിൽ ലാമ്പും ഒക്കെ വന്നിട്ടുണ്ട്. വലിയ മിറേഴ്സ് വരുന്നുണ്ട്. എഞ്ചിൻ എങ്ങനെയാണ്? എഞ്ചിൻ 225 cc ആണ്. മാക്സിമം 6.5 kW ആണ് പവർ. CNGക്ക് 13 Nm ടോർക്ക് വരുന്നുണ്ട്. പെട്രോൾ വരുമ്പോഴത്തേക്ക് അത് 15 Nm ടോർക്ക്. ഇത് എങ്ങനെയാണ് സിറ്റിയിൽ ഉപയോഗിക്കും? ഇല്ല, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇത് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അത് ഇനഫാണ്. 3-4 പേരെ വെച്ചിട്ട് സുഖമായിട്ട് സ്മൂത്ത് ആയിട്ട് ലഗേജ് കയറുമ്പോഴാണെങ്കിലും ഓൾമോസ്റ്റ് 400-450 കിലോയുടെ പേലോഡാണ് പറയുന്നത്. പേലോഡ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓട്ടോയ്ക്ക് നമുക്ക് അങ്ങനെ പറയാം, കാരണം ഇരിക്കുന്ന ആളുകളുടെ വെയിറ്റ് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ അതിന് ഒരുമാതിരി ഒരു 4 അഡൾട്ട്സ് ഇരുന്ന് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് വലിച്ചുകൊണ്ട് ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചാൽ പോകും. പിന്നെ ഇതിൽ മറ്റേ ഇലക്ട്രിക് സ്റ്റാർട്ടും കിക്ക് സ്റ്റാർട്ടും വരുന്നുണ്ട്. കിക്ക് സ്റ്റാർട്ട് മീൻസ് ലിവർ ഹാൻഡ് സ്റ്റാർട്ട്, ലിവർ സ്റ്റാർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേടിക്കണ്ട. ഇപ്പോൾ ബാറ്ററി ഡൗൺ ആയെന്നാലും വണ്ടി നമുക്ക് സുഖമായിട്ട് ഓണാക്കാൻ പറ്റും. നല്ല സ്മൂത്താണ് സാധനം. ലൈക്ക് ഓടിക്കാൻ ഭയങ്കര രസമായിരിക്കും, യാത്ര ചെയ്യാനും ഭയങ്കര രസമായിരിക്കും. ഇതിനകത്ത് മറ്റേ കൂട്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒന്നും ഇല്ല. ഇത് സിമ്പിളാണ്, നമ്മുടെ നോർമലാണ്. ബ്ലൂടൂത്ത് അങ്ങനത്തെ അഡ്വാൻസ് സാധനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നീ EV എടുക്കുക. EVക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ വേറെ കിട്ടുന്നുണ്ട്. ഈ പെട്രോളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ലോ മെയിൻ്റനൻസിൽ നിനക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. കംപ്ലയിൻസ് കുറവാണ്. ലൈക്ക് കമ്പാരിറ്റീവ്ലി ബാക്കി CNG ഓട്ടോകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് TVSന്റെ CNG കുറച്ചും കൂടെ റിലയബിൾ ആണെന്നാണ് പറയുന്നത്. കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആണ്, കുറച്ചുകൂടെ റിലയബിൾ ആണ്. പണി കുറവിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു സാധനമായിട്ടാണ് മാർക്കറ്റിൽ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് അത്യാവശ്യം ഇറങ്ങുന്നുണ്ട്. നീ ഇപ്പോൾ എറണാകുളത്തൊക്കെ നമ്മൾ നോക്കാൻ ഇഷ്ടം പോലെ ഇത് കാണാൻ പറ്റും, കിങ് കാണാൻ പറ്റും. നീ പറഞ്ഞു ഇത് മറ്റേ പെട്രോളും CNGയും കൂടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ CNG തീർന്നു കഴിഞ്ഞാൽ പെട്രോളോട്ടൊക്കെ സ്വിച്ച് ചെയ്ത് ഓടിക്കാൻ, ഓട്ടോ സ്വിച്ച് ആയി ജസ്റ്റ് ഓൺ ആക്കാൻ വേണ്ടി മാത്രമേ? അല്ല, CNGയിൽ വണ്ടി സ്റ്റാർട്ടാവും. പെട്രോൾ CNG തീർന്നു കഴിഞ്ഞാൽ നിനക്ക് എമർജൻസിക്ക് യൂസ് ചെയ്യാനാണ് പെട്രോൾ വെച്ചിരിക്കുന്നത്. പെട്രോൾ ഇട്ട് നീ അധികം ഓടിച്ചാൽ നമുക്ക് വലിയ മൈലേജ് 20 താഴെയൊക്കെ മൈലേജ് കിട്ടത്തുള്ളൂ. അത്രേ ഉള്ളൂ. ജസ്റ്റ് നിന്നെ എമർജൻസിയിൽ CNG പമ്പ് വരെ എത്തുക, അത്രേ ഉള്ളൂ. മോസ്റ്റ്ലി CNGയിലാണ് ഇത് ഓടേണ്ടത്. പെട്രോൾ ഓടുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ ഓടി അത് തീർന്നിട്ട് വേണം CNGയിലോട്ട് പിന്നെ സ്വിച്ച് ചെയ്യാൻ. അങ്ങനെ നിർത്തി സ്വിച്ച് ചെയ്യേണ്ടതാണ് വേണ്ടത്. അല്ലാണ്ട് ഓൺ ദ ഗോയിൽ നീ പെട്രോളിൽ നിന്ന് CNGയിലോട്ട് മാറാൻ പാടില്ല. പക്ഷേ CNG നിനക്ക് പെട്രോളിലോട്ട് മാറാം. ഞാൻ ബിഗിനറാണ്, ഞാൻ എന്നെ സ്ഥിരം ഓട്ടോ ഓടിക്കാറൊന്നുമില്ല. അത് ബിഗിനർ ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ ഞാൻ പുതുതായിട്ട് ഓട്ടോ ഈ ഒരു മേഖലയിലോട്ട് വരുന്ന ആളുകൾ
ലേഡീസിന് സുഖമായിട്ട് ഓടിച്ചോളാം. അതുപോലെ തന്നെ പ്രായമായ ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഡീസൽ ഓട്ടോ ഒക്കെ ഓടിക്കുന്നവർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. നമ്മൾ കുറച്ചൊന്ന് പണിപ്പറണം അത് ഓടിച്ചോണ്ട് നടക്കാൻ. പക്ഷേ ഇതിന് അതിന്റെ ആവശ്യമില്ല. ഭയങ്കര ലൈറ്റ് ഫീലാണ്. നല്ല കുഞ്ഞ് സ്പേസിൽ കൂടി ഇപ്പോൾ ഇവിടെ ഒക്കെ ഇട്ട് ഞാൻ തിരിച്ചപ്പോൾ ഭയങ്കര ചെറിയ സ്പേസിൽ നമുക്ക് നന്നായിട്ട് തിരിച്ചെടുക്കാം. വണ്ടി എവിടെയൊക്കെയാണ് അതിന്റെ അറിയാൻ പറ്റുന്നുണ്ട്. അതിന്റെ ജഡ്ജ് ചെയ്യാൻ മിറർ നല്ല വിസിബിലിറ്റി ഒക്കെയാണ്. നല്ല വലിയ മിറർ ഓട്ടക്കൂട്ട് കുഞ്ഞു വട്ടമല്ല. പിന്നെ രണ്ട് സൈഡിൽ ഡോർ കൊടുത്തിട്ടുണ്ട് ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടി. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചാൽ പേടി വരും, ചിലപ്പോൾ താഴ്ത്ത് പോകുന്നുള്ളൂ. അതില്ല. ഇനി പിള്ളേരെയൊക്കെ ഇരുത്തിയാൽ തന്നെയും പിള്ളേരെ പുറത്തോട്ടം കൂടെ പോകുന്നില്ല. രണ്ട് സൈഡിലും ഡോർ വരുന്നുണ്ട്, അതും ലോക്കും വരുന്നുണ്ട് ഡോറിന്. ഇതാണ് EV Max. ഇത് ഓൾറെഡി നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ അപ്ഡേറ്റ് ആണോ? അപ്ഡേറ്റ് അല്ല, വണ്ടി ഇറങ്ങിയിട്ടിപ്പം ഒരു 5 മാസത്തോളം ആവുന്നുള്ളൂ. പക്ഷെ അതിനുള്ളിൽ 550 യൂണിറ്റ് വിറ്റുപോയി. അത് കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് തോന്നുന്നത് ചെറിയൊരു ഒരു നമ്പർ അല്ലേ എന്ന് തോന്നുന്നു. പക്ഷേ ഇത് കൊമേഴ്ഷ്യൽ ഈ ഒരു ഓട്ടോ സെഗ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇലക്ട്രിക് ഓട്ടോയ്ക്ക് അതൊരു നല്ല അച്ചീവ്മെന്റ് തന്നെയാണ്. കാരണം ഇതിന്റെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആയി വരുന്നുള്ളൂ. എന്നിട്ടും ആളുകൾ ഇത് വിശ്വസിച്ച് ഇത്ര യൂണിറ്റ് പോയി എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഈ ഒരു ഓണക്കാലത്ത് ഇത് വാങ്ങിക്കുന്ന ആളുകൾക്ക് കുറച്ച് ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. അതിൽ മെയിൻ സാധനമാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് ഗ്രില്ല് കാണാം. നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്ത വണ്ടിക്ക് അത് ഗ്രില്ലില്ലായിരുന്നു. ഈ ഒരു ഹെഡ് ലാമ്പിന്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ വരുന്നൊരു ഗ്രില്ല്, അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് മഡ്ഗാർഡിൽ വരുന്നൊരു ഗ്രില്ല്, അതുപോലെ ഈ സൈഡ് രണ്ട് സൈഡിലും നമുക്ക് ഗ്രില്ല് വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കിള്ള സാധനമാണ് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ. പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടി ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് അടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ലക്കി ഡ്രോ ഉണ്ട്. അതുപോലെ തന്നെ വണ്ടി വാങ്ങുന്ന ആളുകൾക്ക് ഗോൾഡ് കോയിൻ വിൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചാൻസ് ഉണ്ട്. ലക്കി ഡ്രോ ഗോൾഡ് കോയിൻ വിൻ ചെയ്യാം. മാത്രമല്ല എടുക്കുന്ന എല്ലാവർക്കും അഷ്വേർഡ് ആയിട്ടുള്ള ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ബൈക്കിനും കാറിനും ഒക്കെയാണ് ഓണക്കാലം എന്ന് പറയുമ്പോൾ ഒരു വലിയ സെയിൽസ് ഇത് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഒത്തിരി കേട്ടുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, ഈ ഒരു ഓട്ടോയ്ക്കും ഇപ്പോൾ TVS അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ EV ഓട്ടോകളിൽ വൺ ഓഫ് ദ മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഓട്ടോയാണിത്. 179 കിലോമീറ്ററാണ് ഇതിൻ്റെ സർട്ടിഫൈഡ് റേഞ്ച് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതിന് ഇതിലിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു 9.4 kWh ബാറ്ററിയാണ്. 11 kWh പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടെ 40 Nm നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനകത്ത്. അപ്പം ഇതിപ്പം CNG പെട്രോളോ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കമ്പാരിറ്റീവ്ലി ആ ടോർക്ക് എന്ന് പറയുന്നത് നല്ല കുറവാണ്. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 40 കിട്ടുന്നുണ്ട്. പ്ലസ് ഇത്രയും റേഞ്ചും കിട്ടുന്നുണ്ട്. നമുക്ക് പെട്രോളോ CNG അടിച്ചുപയോഗിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണ്. അതായത് ഇപ്പം നീ ഒരു 2 മാസത്തെ ബില്ല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3000 രൂപ മാത്രമേ നിനക്ക് കറണ്ട് ബില്ല് വരുള്ളൂ. 2 മാസം കൂടെ ഇതും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആണ്. അപ്പം കൂടുതൽ ലാഭം ഉണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്തെടുക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഈ സാധനം തന്നെ ആയിരിക്കും. മാത്രമല്ല അതിനേക്കാളും നമുക്ക് യാത്രാ സുഖം അതല്ലെങ്കിൽ എന്താ പറയുന്നത്, കസ്റ്റമർക്ക് ആ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് നല്ലത് EV-ക്കകത്ത് തന്നെ. കാരണം സൗണ്ട് ഇല്ല. ഓൾറെഡി CNG-ക്ക് നല്ല സൗണ്ട് കുറവാണ്. ഇതിലേക്ക് മുമ്പ് കംപ്ലീറ്റ് സൈലൻസ് ആണ്. അതായത് ഇപ്പോൾ ഡീസൽ ഓട്ടോയിലൊക്കെ കയറുകയാണെങ്കിൽ എനിക്കറിയാം, നമുക്കൊരു കോൾ എടുക്കണമല്ലോ, ഫ്രണ്ടിൽ ഡ്രൈവറിനോട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറയാനുള്ള വലിയ ബുദ്ധിമുട്ടാണ്. നല്ല എരപ്പ് പുറകെ വരും. ഇത് അങ്ങനെയൊന്നുമില്ല, ശാന്തമാണ്, സമാധാനമാണ്. മാത്രമല്ല ഈ സെഗ്മെന്റിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സീറ്റാണ് കൊടുത്തേക്കുന്നത്. നല്ല വൈഡ്, 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. നല്ല സൈസുള്ള 3 പേർക്ക് നല്ല സുഖമായിട്ട്. അപ്പോൾ പേലോഡും കാര്യങ്ങളൊക്കെ പേലോഡും 450-500 കിലോയ്ക്ക് അടുത്ത് ഇതിന് പേലോഡ് വരും. ഇതിൽ ആളെ കൊണ്ടുപോകാം. ആൾക്ക് പേലോഡായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. 3+4 എന്നുള്ള കോൺഫിഗറേഷൻ ആണ് വരുന്നത്. ഇപ്പോൾ എത്ര വെയിറ്റ് ഉള്ള ആളാണെങ്കിലും. ഇനി അതല്ല നിനക്ക് സാധനത്തിനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ സീറ്റ് നിനക്ക് ഫ്രണ്ടിലോട്ട് മറിച്ചിടാവുന്ന ബാക്കി സ്പേസ് ഉണ്ട്. ലൈക്ക് നിനക്ക് സുഖമായിട്ട് ഒരു പെട്ടിയോട്ടെ കൊണ്ടുപോകുന്ന പോലെ കുറച്ച് സ്പേസ് കൊടുക്കും. അപ്പോൾ സാധനങ്ങൾ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ സാധനം അത് കൊള്ളാം, വർത്തിട്ടാണ്. പിന്നെ ഇതിൽ വരുന്ന മീറ്റർ കൺസോൾ എന്ന് പറയുന്ന ഈ സെഗ്മെന്റിൽ വേറൊരു ഇത്ര ഓട്ടോയിലും കാണാൻ പറ്റാത്ത എൻഡോർക്കിലൊക്കെ കണ്ടുള്ള സെയിം ഒരു സ്മാർട്ട് കണക്ട് വരുന്ന റാപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 60+ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കിട്ടും. അതുപോലെ തന്നെ GPS-ന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഉപയോഗിക്കാൻ ഭയങ്കര കൺവീനിയൻറ്റും കംഫർട്ടബിളും ആയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. ഓടിക്കാനാണെങ്കിലും ഇപ്പം നീ അത് ഓടിച്ചു ഇത് ഓടിച്ചു, ഏതാ ഓടിക്കാൻ അതാണ്. അപ്പൊ ബിഗിനർ ആയിട്ടുള്ള അറിയാത്തവർക്ക്, ലേഡീസിന്, ആദ്യമായിട്ട് ഓടിക്കുന്നവർക്ക്, പ്രായമുള്ളവർക്ക്, ഇനി അതെല്ലാം പോട്ടെ, സാധാരണ സ്ഥിരം ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാനൊരു സത്യം. അതിന്റെ കൂട്ടത്തിൽ റിവേഴ്സ് ഇതും കൂടെ ക്യാമറ അത് ഈസി പുറമോട്ട് എടുക്കുമ്പോൾ നമുക്ക് ഓട്ടോയ്ക്ക് ഒരു ബുദ്ധിമുട്ട്. കാരണം എനിക്ക് 2 സൈഡേ കാണുള്ളൂ. നമ്മൾ തിരിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞാൽ ഇവിടെ വരെ നമുക്ക് കാണത്തുള്ളൂ. നേരെ പുറകിൽ എന്ത് സാധനം ഇരിക്കുന്നതെന്ന് കാണത്തില്ല ഓട്ടോയ്ക്ക് ഒരിക്കലും. ഇപ്പൊ ആൾ നിന്നാലോ അല്ലെങ്കിൽ കാറുണ്ടായാലോ എന്തും കാണത്തില്ല. കറക്റ്റ് ഫ്രണ്ടിൽ നമുക്ക് കാണാം. കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എതിലേ വേണമെങ്കിലും ഓടിച്ചുകൊണ്ട് പോകാം. ഈ ഏരിയാസിലുള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം അവർക്ക് നല്ല എഫിഷ്യൻസി കിട്ടും. ഇപ്പം നമ്മുടെ അവിടുത്തെ പോലെ മലയോര അവർക്ക് പൊതുവെ നമുക്ക് റേഞ്ച് കുറവ് കിട്ടത്തുള്ളൂ. കാരണം വലിയ കൂടുതൽ കയറ്റണം. പക്ഷേ സിറ്റി ഉപയോഗിക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നിരപ്പിലാണ് ഓടുന്നത്, സിറ്റിക്കകത്താണ് ഓടുന്നത്. അപ്പം അനാവശ്യമായിട്ട് ഇതിൻ്റെ ഒച്ചപ്പാടും ബഹളവും ഇല്ല, ചൂടായിട്ട് ഉള്ള പ്രശ്നങ്ങളില്ല, വൈബ്രേഷൻ ഇല്ല, ചുമ്മാ സ്മൂത്തായിട്ട് ഇങ്ങനെ
അതിനോട് സ്പീക്കർ പോക്കറ്റ്സ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നീ ഒരു മ്യൂസിക് സിസ്റ്റം കൂടെ കയറ്റുവാണെന്നുണ്ടെങ്കിൽ പെട്ടയാണ്. നൈസാ. അതെ, ഞാൻ ഈ സാധനങ്ങളൊക്കെ സാധാരണ കാറിനകത്തും ബൈക്കിനകത്തും അല്ലെങ്കിൽ സ്കൂട്ടേഴ്സിലൊക്കെ ആയിട്ടുള്ള ഓട്ടോ അല്ലെങ്കിൽ ഈ ഒരു കൊമേഴ്ഷ്യൽ സെഗ്മെന്റിൽ ഈ ഓഫേഴ്സ് ചെയ്യാൻ ആദ്യമായിട്ടാണ്. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ റിവേഴ്സ് ക്യാമറയും ഇതിനേക്കാളും എനിക്ക് റിവേഴ്സ് ക്യാമറ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ നീ നോക്കിയാൽ മനസ്സിലാവും, നീ ബോഡിയിൽ ബൾജിങ് വരുന്ന സ്ഥലത്താണ് ഈ സാധനം വരുന്നത്. ഏത് ഓട്ടോ എടുത്ത് നോക്കിയാലും മനസ്സിലാവും, തട്ടുവാണെന്നുണ്ട് ഈ ഏരിയ ആയിരിക്കും തട്ടി ഉരഞ്ഞിരിക്കും, ആരിലൊക്കെ ഉരച്ചുകൊണ്ട് പോകണം. അപ്പം അവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇത് അവിടുത്തെ. അപ്പോൾ വന്ന് എന്തെങ്കിലും ഇടിച്ചാൽ തട്ടിയാലേ ബോഡിക്കൊരു പ്രശ്നം വരുന്നില്ല, സീൻ വരുന്നില്ല. അത്രയ്ക്കാണ് ഇമാക്സിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി നല്ല ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വണ്ടിയെ പറ്റിയിട്ട് ഇൻ ഡെപ്ത് ഡീറ്റെയിൽഡ് റിവ്യൂ അറിയണമെന്നുണ്ടെങ്കിൽ അത് കാണാവുന്നതാണ്. ഇപ്പം നമ്മളിതിൽ പറഞ്ഞത് പ്രാക്ടിക്കലായിട്ടുള്ള യൂസേജുകളും അതുപോലെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്നുള്ളൊരു ഫീഡ്ബാക്കും കാര്യങ്ങളും. അതിന് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ മൊബൈൽ ഹോൾഡർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാമറ വരുന്നുണ്ട്, പിന്നെ വരുന്നത് നമുക്ക് വീൽ കപ്പ് വരുന്നുണ്ട് അതിന്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അതിനും അവർ കൊടുക്കുന്നുണ്ട്, അക്സസറീസ് അതിനും വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീട്ടിൽ മറ്റൊരു വാഹനം എടുക്കണം. അപ്പോൾ എങ്ങനെയാ യൂട്യൂബ് നിർത്തി TV എടുക്കുമല്ലേ? ഒരെണ്ണം എടുക്കണം, ഇതാ ലാഭം. അതെ, ഫോട്ടോ ഇട്ടാൽ മതി, സ്റ്റാർട്ടായി. നൈസ്. ഓ, സൗണ്ട് എങ്ങനെയുണ്ട്? സ്മൂത്ത് അല്ലേ? സ്മൂത്താ, നൈസ്. അത് CNG ടാങ്ക്. CNG ടാങ്ക് അല്ലയോ അത്? അതിൻ്റെ ഫ്യൂൽ ഫില്ലിംഗ് ഫ്രണ്ടിലല്ലേ വരുന്നത് CNGയുടെ? ഇങ്ങനെ കൺഫ്യൂഷനുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. മനുഷ്യ അടിച്ചും എതിരെ ഞാൻ അടിച്ചാൽ പോരായോ?